അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ മൗവലിൽ, ബേക്കലിൽ ഉള്ള മൗവലിൽ, അവിടുത്തെ റിഫായിയ പള്ളിയിൽ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടോ മറ്റോ അവിടെ ഖബറ് കുഴിച്ചപ്പോൾ 13 വർഷം മുമ്പ് മരണപ്പെട്ട ഒരാളുടെ മയ്യിത്ത് കിട്ടുകയുണ്ടായി. മുമ്പ് മരണപ്പെട്ടയാളുടെ മൃതദേഹം അതേ നിലയിൽ പള്ളി കബറിടത്തിൽ കണ്ടെത്തി. മൗവൽ റിഫായിയ ജുമാ മസ്ജിദ് കബറിടത്തിലാണ് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൃതദേഹം കണ്ടെത്തിയത്. പള്ളി നവീകരണത്തിന് വേണ്ടി കബറിടം ഉൾക്കൊള്ളുന്ന സ്ഥലം JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി വൃത്തിയാക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടത്. അങ്ങനെ അത് കുഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഭയങ്കരമായ സുഗന്ധം അടിച്ചു വീശുകയും റിഫായിയ ജുമാ മസ്ജിദിന്റെ പള്ളി സെക്രട്ടറിയും നിർമ്മാണ ചുമതലയുള്ള കൺവീനറുമായ ഷാഫി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നു. സംഭവം ഒരാഴ്ച മുമ്പ് നമ്മൾ ഇതിന്റെ നിർമ്മാണമായിട്ട് ഔട്ട് സൈഡ് വർക്ക് ചെയ്യുമ്പോൾ JCB ആയിട്ടാണ് ആദ്യം ഇതിന്റെ വർക്കിംഗ് തുടങ്ങിയത്. പക്ഷെ 4 കുഴിയൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു മണം വന്നപ്പോൾ ഞാൻ ആ വർക്ക് നിർത്തി. ആളുകൾ ആ സ്ഥലത്തേക്ക് ചെന്ന് ഖബറ് തുറന്ന് നോക്കുമ്പോൾ കഫൻ തുണിക്ക് ഒരു പോറൽ പോലും ഏൽക്കാത്ത ഒരാൾ അവിടെ കിടക്കുകയുണ്ടായി. ഖബർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായ ഹുസൈൻ നൌഷാദാണ് ഇപ്പോൾ നമ്മോടൊപ്പം. ഇവരാണ് ഇന്ന് ഖബർ തുറന്നിരിക്കുന്നത്. ഇവരെ നേരിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് വിശേഷമെന്ന്. പില്ലർ വയ്ക്കുമ്പോൾ ഖബർ കണ്ട്, ഖബർ തുറന്നു നോക്കുമ്പോൾ അതിൽ ശരീരം അങ്ങനെ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മ അതേപോലെ മറമാടി അപ്പോൾ നിങ്ങളെ കാണിച്ചു, കുടുംബക്കാർക്ക് കാണിച്ചു കൊടുത്ത്, നാട്ടുകാർക്കും കാണിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് ഭയങ്കരമായ വൈറലായി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് സന്തോഷമായി. കാരണം വഹാബികൾ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവന്നത്. കേരളത്തിലുടനീളമുള്ള വഹാബികൾക്ക് വെപ്രാളമായി. അവരുടനെ അവരുടെ നേതാക്കളെ ബന്ധപ്പെട്ടു. അങ്ങനെ അവസാനം വഹാബിസത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി, വഹാബി കുഞ്ഞാടുകളെ ഒന്ന് മനസമാധാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ റഫീഖ് സലഫി എന്ന് പറയുന്ന പാതിരി രംഗത്ത് വരികയുണ്ടായി. മൂപ്പര് രംഗത്ത് വന്നത് തന്നെ ഉറക്കപ്പിച്ചിലാണ് വന്നത്. മൂപ്പരുടെ കണ്ണുകളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഉറക്കപ്പിച്ചിൽ വന്ന് മൂപ്പര് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ്, ആ വീഡിയോ തന്നെ കേൾക്കുമ്പോൾ രസമാണ്, നമുക്ക് ചിരിയാ തോന്നുന്നത്. കാരണം ആ വീഡിയോ അയാൾ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാ സങ്കുചിത്വങ്ങളും മാറ്റിവെച്ച് നിഷ്പക്ഷരായി കേൾക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കേട്ടപ്പോൾ മനസ്സിലായത് അയാൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമല്ല അവസാനത്തിൽ പറയുന്നത്. വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ് റഫീഖ് സലഫി ആ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. കാരണം വഹാബികൾ തന്നെ കാശും മുടക്കി നിർത്തിയേക്കുവാണ് മൂപ്പരെ ഇവരുടെ പ്രസ്ഥാനത്തിനെതിരെ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ മൂപ്പരുടെ ജോലിയാണ് എന്തെങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അനുകൂലമായിട്ടോ മറ്റോ വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും വഹാബി അണികളെ പിടിച്ചു നിർത്തുക എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീഡിയോ ഇട്ടു, സമ്മർദ്ദം മൂലം ഒരു വീഡിയോ തയ്യാറാക്കി ഓൺലൈനിൽ ഇടുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ മയ്യത്ത് കണ്ടതുമായി ബന്ധപ്പെട്ട് അയാൾ അതിനകത്ത് പറയുന്നത് ഒരു മൃതദേഹം കണ്ടു കിട്ടിയെന്നാണ് പറയുന്നത്. നഊദു ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് മരിച്ചത്. അയാൾ സുന്നിയായി പോയി. വഹാബികളുടെ കണ്ണിൽ അയാൾ മുശ്രിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ റഫീഖ് സലഫി എന്ന് പറയുന്ന ആൾ പറയുകയാണ് ഒരു മൃതദേഹം കണ്ടെടുത്തു എന്ന്. കാസർഗോഡ് ഒരു പള്ളിയുടെ പുനർനിർമ്മാണാർത്ഥം ഖബറുകൾ തുറന്നപ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷവും മണ്ണിനോട് അലിഞ്ഞുചേരാതെ ഒരു മൃതദേഹം കണ്ടെത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ അതാണ്. അദ്ദേഹം അതിനകത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട് കാസർഗോഡ് ഒരു മൃതദേഹം കണ്ടെടുത്തു എന്ന്. ഞാൻ ചോദിക്കട്ടെ, റഫീഖ് സലഫിയുടെ ഉപ്പയോ അല്ലെങ്കിൽ റഫീഖ് സലഫിയുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ മൃതദേഹം എന്ന് ഉപയോഗിക്കുമോ? എൻ്റെ ഉപ്പയുടെ മൃതദേഹം കണ്ടു, എൻ്റെ വീട്ടിലെ ഇന്നയാളുടെ മൃതദേഹം കണ്ടു എന്ന് ഉപയോഗിക്കുമോ? അപ്പോൾ ഒരു സംസ്കാരമില്ലാത്ത വാക്കുകളാണ് ഈ വഹാബികൾ ഉപയോഗിക്കുന്നത്. അത് തന്നെ വലിയൊരു പാകപ്പിഴവാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയേണ്ടത് മയ്യിത്ത് എന്നാണ്.
അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഈ വഹാബികൾ ഒരു സംസ്കാര ശൂന്യരായ ആളുകളായതുകൊണ്ടാണ് മൃതദേഹം എന്ന് പറയുന്നത്. തന്നെയുമല്ല, അദ്ദേഹം അതിനകത്ത് പറയുന്നത് മൃതദേഹം കണ്ടെടുത്തപ്പോൾ ഫോട്ടോ എടുത്തില്ല എന്നുള്ള വലിയൊരു സത്യമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഫോട്ടോ എടുത്തില്ല ആരും. അതിന് മൂപ്പര് പറഞ്ഞു കൊണ്ടുവരുന്നൊരു ന്യായമുണ്ട്. സാധാരണ ഒരു ആക്സിഡന്റ്, ഒരു അപകടം സംഭവിക്കുമ്പോൾ ആളുകളൊക്കെ ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. മൂപ്പരുടെ കണ്ടുപിടുത്തമാണ്. ആക്സിഡന്റ് ഒക്കെ വരുമ്പം ഫോട്ടോ എടുക്കാറുണ്ടല്ലോ. അതുപോലെ ഇവിടെ മയ്യത്ത് കണ്ടപ്പോൾ ആരും ഫോട്ടോ എടുത്തില്ല. ഈ പറയപ്പെട്ട വ്യക്തിയുടെ ഒരു ദൃശ്യവും നമ്മൾ ഈ വാർത്തകളിലൊന്നും കണ്ടിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണെങ്കിലും അയാളുടെ സെൽഫി എടുക്കുകയും ആ ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ മത്സരം കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലായിട്ടും ഇങ്ങനെ ഒരു സംഭവം വാർത്തകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ആ പറയപ്പെട്ട വ്യക്തിയുടെ ദൃശ്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇതാണ് അണികളെ പിടിച്ചു നിർത്തണ്ടേ. മണ്ടന്മാരായ അണികൾ ഇതൊക്കെ ഉൾക്കൊള്ളുമെന്ന് ഇയാൾക്കറിയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ മണ്ടന്മാരായ അണികൾ ഇതൊക്കെ കേൾക്കും. അതുകൊണ്ട് മൂപ്പര് പറയുവാണ്, അതാരും ഫോട്ടോ എടുത്തത് കണ്ടില്ല. ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ നാട്ടിലൊരു പ്രവണതയാണ്. അതുകൊണ്ട് ഈ മയ്യത്തിന്റെ ഫോട്ടോ കണ്ടില്ല എന്നുള്ളത് വലിയൊരു സംഭവമാക്കി. ആ മയ്യത്തിന്റെ ഫോട്ടോ അവിടെ കാണിച്ചിട്ടുണ്ട്. കബറിൽ കിടക്കുന്ന ഫോട്ടോ ആരും എടുക്കത്തില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ പോയി എടുക്കുക ആ സമയത്ത്, ആ ടൈമിൽ ക്യാമറയും കൊണ്ട് ചെല്ലുക. അല്ലെങ്കിൽ റഫീഖ് സലഫിയുടെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും അപകടത്തിൽ പെടുമ്പോൾ അവിടുത്തെ കുട്ടികൾ വന്ന് ചിലപ്പോൾ ഫോട്ടോ എടുക്കും. സഹായിക്കാനൊന്നും പോകത്തില്ല. നമ്മുടെ നാടുകളിൽ അങ്ങനെ ഒരാള് അപകടത്തിൽപ്പെട്ടാലോ അല്ലെങ്കിൽ പ്രശ്നത്തിൽപ്പെട്ടാലോ നമ്മളാരും പോയി ഫോട്ടോ എടുക്കാനോ ക്യാമറ കൊണ്ടുവരാനോ പോയില്ല. ഇപ്പൊ ഇതൊക്കെ അണികളെ പിടിച്ചിരുത്താനുള്ള തുറുപ്പ് ചീട്ടുകളാണ്. അയാൾ ആദ്യം തന്നെ പറയുന്ന ന്യായം ഇതാണ്. സ്വന്തം അണികളെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഈ യുക്തിവാദി റഫീഖ് സലഫി പറയുന്ന ന്യായം തന്നെ അതാണ്. മൂപ്പരിത് പറയാൻ കാരണം മൂപ്പരുടെ യുക്തിയോട് ഇത് യോജിക്കുന്നില്ല. വഹാബികൾ യുക്തിവാദികളാണല്ലോ. ഇസ്ലാമിന്റെ അകത്ത് യുക്തിവാദം പ്രചരിപ്പിക്കുന്നവരാണ് വഹാബികൾ. അവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ യുക്തിയോട് അത് യോജിക്കാത്തത് കൊണ്ടാണ് അയാൾ പറയുന്നത് ഫോട്ടോ എടുത്തിട്ടില്ല എന്നുള്ളത്. കാരണം വഹാബികളെ സംബന്ധിച്ചിടത്തോളം മരിച്ചാല് ജീർണിച്ചു പോകുമെന്നാണ് വിശ്വാസം. അവരുടെ പുസ്തകങ്ങളിലടക്കം എഴുതി വച്ചിട്ടുണ്ട്, മഹാത്മാക്കളുടെയും പുണ്യാത്മാക്കളുടെയും ഒക്കെ ശരീരം ജീർണിച്ചു പോകും എന്ന് കൃത്യമായി അൽമനാർ അടക്കമുള്ള പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്തില്ല, അതിലൊന്നും വിശ്വാസമില്ല, യുക്തിവാദിയാണ് ഇയാള്. അതുകൊണ്ടാണ് ഇയാൾ ഫോട്ടോ എന്നുള്ള ആ നമ്പർ ഇടുന്നത്, ഫോട്ടോ കണ്ടില്ല എന്നുള്ള നമ്പർ ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ മയ്യത്ത് കണ്ട നൂറുകണക്കിന് ആളുകളാണ് അവിടെ ഉള്ളത്. നൂറുകണക്കിന് ദൃക്സാക്ഷികൾ. അവരെയൊക്കെ ഇയാൾ എന്താക്കി, കളവാക്കി. അവരൊക്കെ പറയുന്നത് കള്ളം, റഫീഖ് സലഫി പറയുന്നത് സത്യം. അയാൾ അങ്ങനെയാണ് ആ വരുത്തി തീർക്കുന്നത്. തുടക്കത്തിൽ തന്നെ അയാൾ ആ നമ്പർ ഇടുന്നത് അതുകൊണ്ടാണ്. ആ പള്ളിയിലെ ഭാരവാഹികൾ, പ്രസിഡന്റ്, അവിടുത്തെ ഉസ്താദുമാര്, അവിടെ കബർ കുഴിച്ച ആളുകളടക്കം സാധാരണക്കാരായ ആളുകൾ വരെ പറഞ്ഞു, സുഗന്ധം അടിച്ചു വീശി മയ്യത്തിനൊരു പോറല് പോലും ഏറ്റിട്ടില്ല എന്ന ആളുകളടക്കം പറഞ്ഞു. നൂറുകണക്കിന് ആളുകൾ. ഇതൊന്നും വഹാബിക്ക് തെളിവല്ല. കാരണം അവർ യുക്തിവാദികളാണ്. എന്നിട്ട് പറയാ ഫോട്ടോ കിട്ടിയില്ല. ഇനി ഫോട്ടോ കിട്ടിയാലോ, ഫോട്ടോ കിട്ടിയാൽ പറയും അത് എഡിറ്റിംഗ് ആണെന്ന്. കൗമിനെ പിടിച്ചിരുത്തണ്ടേ? അപ്പൊ നൂറുകണക്കിന് ആളുകളും ദൃക്സാക്ഷികളും പറഞ്ഞു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ സുഗന്ധം അടിച്ചു വീശി, ഞങ്ങൾ ശ്വസിച്ചു, ഞങ്ങൾ ആ മയ്യത്തിലെ കഫം പുടവ് പോലും കീറാത്ത നിലയിൽ ഞങ്ങൾ കണ്ടു. കബർ കുഴിക്കുന്ന നാടന്മാരായ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, മഹല്ല് ഭാരവാഹികൾ, ഇവരൊക്കെ പറഞ്ഞിട്ടും റഫീഖ് സലഫിക്ക് എന്തില്ല, തെളിവായിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ഇവർ ഇസ്ലാമിലും. ഒരു ഹദീസ് ലൈഫാക്കുന്നതും ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇവർക്കൊന്നും ഇത് തെളിവല്ല. ഇവർക്ക് ഇവരുടെ യുക്തിയോട് യോജിച്ച് വരണം, എന്നാലേ തെളിവാവുകയുള്ളൂ. പിന്നീട് സലഫി യുക്തിവാദി പഠിപ്പിക്കുന്നത്, മൂപ്പര് പറയുകയാണ്, അമ്പിയാക്കളുടെ മയ്യത്തൊന്നും കബർ തിന്നത്തില്ല, അല്ലെങ്കിൽ ഭൂമി തിന്നത്തില്ല, കേടുപാടുകൾ സംഭവിക്കുകയില്ല എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ. അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരം ഭൂമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അമ്പിയാക്കന്മാർ അവരുടെ ഖബറുകളിൽ അവരുടെ ശരീരങ്ങൾക്ക് ഒന്നും സംഭവിക്കാത്ത നിലക്ക് അത് അന്ത്യനാൾ വരെ അവരുടെ ഖബറിൽ ഉണ്ടാകുമെന്ന്
അത് ഭൂമിക്ക് അവരുടെ ശരീരം നിഷിദ്ധമാക്കിയിരിക്കുകയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായി പറയുന്നതായി കേൾക്കാം, ഇസ്ലാമിൽ അമ്പിയാക്കളുടെ മാത്രം മയ്യത്തെ ഖബറ് ഭൂമി ഭക്ഷിക്കാതിരിക്കുകയുള്ളൂ, ബാക്കി എല്ലാവരുടെയും ഖബറ് മണ്ണു തിന്നും എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അമ്പിയാക്കളുടെ ഖബറുകള് അമ്പിയാക്കളുടെ മയ്യത്തിനെ മണ്ണു തിന്നത്തില്ല, അത് ഭൂമിയിൽ അവശേഷിക്കും, ഖബറിൽ വെച്ചാലും ഒരു പോറൽ പോലും ഏൽപ്പിക്കുകയില്ല എന്ന് അദ്ദേഹം തെളിവൊക്കെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകം പറയുന്നത് മറ്റാരുടെയും ശരീരം അവശേഷിക്കത്തില്ല, അത് ഭൂമി ഭക്ഷിക്കും, മണ്ണ് കഴിക്കുമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കുല്ലു ബിനി ആദമ യഅകുലുഹു തുറാബ്, ആദമിന്റെ മുഴുവൻ സന്തതികളെയും മണ്ണ് തിന്നുന്നതാണ്. അതിൽ നിന്ന് അമ്പിയ ഒഴികെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അമ്പിയാക്കന്മാരെ ഒഴിവാണ് അതിൽ നിന്ന്. അപ്പോൾ ആദമിൻ്റെ എല്ലാ സന്തതികളെയും മണ്ണ് തിന്നും. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? പ്രമാണങ്ങളിൽ എവിടെയും സ്വാലിഹീങ്ങളോ ഔലിയാക്കന്മാരോ ശുഹദാക്കളോ അവരുടെയൊക്കെ ശരീരം മണ്ണ് തിന്നാതെ ഖബറിൽ അവശേഷിക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്കെവിടെയും തെളിവ് കാണാൻ കഴിയുകയില്ല. ആ പറഞ്ഞ റഫീഖ് സലഫി തന്നെ വൈരുദ്ധ്യം പറയുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ആ പറഞ്ഞ റഫീഖ് സലഫി തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്നു, ശുഹദാക്കളുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട ശുഹദാക്കളുടെ ശരീരവും മണ്ണ് ഭക്ഷിക്കുകയില്ല എന്ന് പല ചരിത്രങ്ങളുമുണ്ട് എന്ന്. നേരത്തെ മൂപ്പര് പറഞ്ഞ എന്താണ്? അമ്പിയാക്കളുടെ മാത്രമേ അമ്പിയാക്കളുടെ മാത്രമേ ശരീരം മണ്ണ് തിന്നാതിരിക്കുകയുള്ളൂ, ബാക്കിയുള്ള ഔലിയാക്കളുടെയും മഹാന്മാരുടെയും ശുഹദാക്കളുടെയും എല്ലാം ഭക്ഷിക്കും എന്ന് പഠിപ്പിച്ച റഫീഖ് സലഫി തന്നെ പഠിപ്പിക്കുന്നു, ശുഹദാക്കളുടെ മയ്യിത്ത് മണ്ണ് ഭക്ഷിക്കുകയില്ല എന്ന് പല ചരിത്രങ്ങളിലും കാണാൻ പറ്റും. ചരിത്രത്തിൽ പല സംഭവങ്ങളും നമുക്കങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയും. ചില പ്രദേശങ്ങളിലൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഖബറുകൾ തുറക്കപ്പെടുമ്പോൾ ചില ശുഹദാക്കളുടെയൊക്കെ ശരീരം യാതൊരു കുഴപ്പവും സംഭവിക്കാതെ വർഷങ്ങൾക്ക് ശേഷവും കാണപ്പെട്ട സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതേ റഫീഖ് സലഫി കുറച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത്, ഔലിയാക്കളുടേതും ചിലപ്പോൾ മണ്ണ് തിന്നത്തില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു വലിയനെ ആദരിച്ചതിൻ്റെ ഭാഗമായും ചിലപ്പോൾ അയാളുടെ ശരീരം മണ്ണ് തിന്നാതെ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട് ഇത്? മൂപ്പര് പറഞ്ഞു വന്നത് എന്താണ്? ഇതൊന്നും ഇല്ല എന്ന് സ്ഥാപിക്കാൻ വന്നതാണ്. അമ്പിയാക്കളുടേത് മാത്രമേ മയ്യിത്ത് ഖബറിൽ അവശേഷിക്കുകയുള്ളൂ, ഒരു പോറൽ പോലും പറ്റുകയില്ല എന്ന് പറഞ്ഞ് വാദിക്കാമെന്ന റഫീഖ് സലഫി തന്നെ അവസാനം പറയുകയാണ്, അല്ല ചിലപ്പോൾ ശുഹദാക്കളുടെയൊക്കെ മയ്യിത്ത് മണ്ണ് തിന്നാതിരിക്കാം, ശുഹദാക്കളുടെ ഒന്നും മയ്യിത്ത് എന്തില്ല, മണ്ണ് ഭക്ഷിക്കത്തില്ല എന്ന് ചരിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് ഇയാൾ പറയുന്നുണ്ട്. ഇയാൾ വൈരുദ്ധ്യം പറയുന്നുണ്ട്. അതേ മൂപ്പര് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഔലിയാക്കളുടെ മയ്യിത്തുകൾ ചിലപ്പോൾ ഖബറിൽ ഒന്നും സംഭവിക്കാതെ കാണാം, ഇതൊക്കെ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു കറാമത്താണ്, ആദരവാണ് എന്ന്. ഈ മൂപ്പര് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളൊക്കെ പഠിപ്പിച്ചേക്കണത് അമ്പിയാക്കളുടേത് മാത്രമേ മയ്യിത്ത് ഖബറിൽ മണ്ണ് തിന്നാതിരിക്കുകയുള്ളൂ എന്ന്, അമ്പിയാക്കളുടേത് മാത്രമേ ഉള്ളൂ എന്ന് ഇയാൾ പഠിപ്പിച്ച്. ആ മൂപ്പര് തന്നെ അതേ ക്ലിപ്പിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പഠിപ്പിക്കുന്നത്, ശുഹദാക്കളുടേതും മയ്യിത്തുകൾ ഖബറിൽ അവശേഷിക്കും, ഔലിയാക്കളുടേതും ഖബറിൽ അവശേഷിക്കും. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കുല്ലു ബിനി ആദമ യഅകുലുഹു തുറാബ്, ആദമിന്റെ മുഴുവൻ സന്തതികളെയും മണ്ണ് തിന്നുന്നതാണ്. അതിൽ നിന്ന് അമ്പിയ ഒഴികെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അമ്പിയാക്കന്മാരെ ഒഴിവാണ് അതിൽ നിന്ന്. അപ്പോൾ ആദമിൻ്റെ എല്ലാ സന്തതികളെയും മണ്ണ് തിന്നും. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? പ്രമാണങ്ങളിൽ എവിടെയും സ്വാലിഹീങ്ങളോ ഔലിയാക്കന്മാരോ ശുഹദാക്കളോ അവരുടെയൊക്കെ ശരീരം മണ്ണ് തിന്നാതെ ഖബറിൽ അവശേഷിക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്കെവിടെയും തെളിവ് കാണാൻ കഴിയുകയില്ല. ചരിത്രത്തിൽ പല സംഭവങ്ങളും നമുക്കങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയും. ചില പ്രദേശങ്ങളിലൊക്കെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഖബറുകൾ തുറക്കപ്പെടുമ്പോൾ ചില ശുഹദാക്കളുടെയൊക്കെ ശരീരം യാതൊരു കുഴപ്പവും സംഭവിക്കാതെ വർഷങ്ങൾക്ക് ശേഷവും കാണപ്പെട്ട സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു വലിയനെ ആദരിച്ചതിൻ്റെ ഭാഗമായും ചിലപ്പോൾ അയാളുടെ ശരീരം മണ്ണ് തിന്നാതെ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് വഹാബിസം. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത്. ഇത്രക്ക് വൈരുദ്ധ്യം നിറഞ്ഞ ക്ലിപ്പിട്ടിട്ടും യാക്കവും ഇയാളെയും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, മന്ദബുദ്ധികളായ വഹാബികള് ഇയാളുടെ ക്ലിപ്പും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ.
ആ ക്ലിപ്പിങ് പോലും ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു തലമണ്ടക്കത്ത് പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. ഇത്രക്ക് മന്ദബുദ്ധികളായി പോയോ ഇവർ. വൈരുദ്ധ്യങ്ങൾ പറയുന്നു നിമിഷ നേരം കൊണ്ട്. ഇയാൾ പഠിപ്പിക്കുകയാണ്, മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ ആ ഖബറിലുണ്ടാകുന്ന മണ്ണിനുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ഭൗതികന്മാരായ ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ചതുപോലെ ചില പ്രവർത്തനങ്ങൾ മൂലം മയ്യത്തിന് കേടുപാടുകൾ സംഭവിക്കുകയില്ല. ആ മയ്യത്തിൻ്റെതോ അല്ലെങ്കിൽ ആ മണ്ണിൻ്റെയൊക്കെ പ്രത്യേകതകൾ കൊണ്ട് ആ മയ്യത്തിനെ മണ്ണ് ഭക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. അദ്ദേഹം അതിന് തെളിവ് പിടിക്കുന്നത് ഭൗതിക ശാസ്ത്രജ്ഞന്മാരാണ്. ഇപ്പോൾ പല ഗവേഷണങ്ങളും അതേപോലെ ഈ വിഷയത്തിൽ ഡോക്ടർമാർ അവരുടേതായ പല പഠനങ്ങളും മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചില ശരീരങ്ങൾ പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞു ചേരുകയില്ല. അതേപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ ചില മണ്ണിൽ പെട്ടെന്ന് ശരീരം അലിഞ്ഞു ചേരുകയില്ല. അതേപോലെ തന്നെ ചില മണ്ണിൻ്റെ ചില പ്രത്യേകതകൾ, അതേപോലെ ചില ബാക്ടീരിയകളുടെ ഇനങ്ങൾ, ഇതൊക്കെ ചില ശരീരങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരാതിരിക്കാനുള്ള കാരണങ്ങളിൽ ചില ഭൗതികമായ കാരണങ്ങളാണ്. ഞാൻ റഫീഖ് സലഫിയോട് ചോദിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം താങ്കൾക്കറിയാമോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയോട് പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രക്ഷയും തണുപ്പുമാകുക. അപ്പോൾ ആ തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീയിൽ നിന്ന് രക്ഷ നേടി. എന്നതുപോലെ മയ്യിത്തുകൾക്കും സംഭവിക്കും. അല്ലാഹു തആല ആ മണ്ണിൽ നിന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ കെമിക്കൽസുകൾ എടുത്തു കളയും. ബാക്ടീരിയകൾക്ക് അതിനുള്ള പവർ കൊടുക്കുകയില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് ഈ കറാമത്തും മുഅ്ജിസത്തും എന്ന് പറഞ്ഞാൽ. അല്ലാതെ അല്ലാഹു തആല ഖബറിലേക്ക് നേരിട്ട് ഇറങ്ങി വന്നിട്ട് മറിച്ചിടുക മാത്രമല്ല ചെയ്യുന്നത്. വഹാബി അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചത്. ചുറ്റുമുള്ള മണ്ണിൽ നിന്ന് ലവണങ്ങൾ എടുത്തു കളയും. ബോഡിയെ നശിപ്പിക്കാനുള്ള ആ മിനറൽസും കെമിക്കൽസും അല്ലാഹു തആല മാറ്റിക്കളയും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇത് ഭൗതികവാദിയുടെ തെളിവ് പിടിച്ചുകൊണ്ടാണ് വഹാബി സലഫി കടന്നു വരുന്നത്. എത്ര വലിയ വിരോധാഭാസമാണ്. ഇയാൾക്ക് മുഅ്ജിസത്തും കറാമത്തും വിശ്വാസമില്ല എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഇവർ യുക്തിവാദികളാണ്. ഇവർക്കിതൊന്നും ദഹിക്കത്തില്ല. ഇവരുടെ ശ്മശാനങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു ശരീരത്തെ ഇവർക്ക് കിട്ടത്തില്ല. കാരണം സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നല്ല മനുഷ്യരായ ആളുകൾക്ക് ചിലപ്പോൾ അല്ലാഹു തആല അവരെ ആദരിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ ശരീരത്തെ അല്ലാഹു തആല ഒരു പോറൽ പോലും മരണശേഷം വരുത്തുകയില്ല. അതുകൊണ്ട് ഈ വഹാബി പാതിരിമാരുടെ വസ്വാസുകളിൽ നിന്ന് മാറി നിന്ന് അല്ലാഹു തആല മുൻകഴിഞ്ഞു പോയ മഹാന്മാരിൽ നയിച്ച ആ പാതയിലൂടെ പോകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.